ഗുഡ് മോർണിംഗ്. അങ്ങനെ 3 മണിക്ക് അലാറമൊക്കെ വെച്ച് എണീറ്റ് ഫ്രഷപ്പായി, പിന്നെ റെഡിയായി. ആൻറ്റി അങ്കിളും വാങ്ങിച്ചു തന്ന ഡ്രസ്സാണ് പുതിയത്. അങ്ങനെ ആ ടോപ്പൊക്കെ ഇട്ട് പതിയെ റെഡിയായി, ബാഗൊക്കെ സെറ്റ് ചെയ്ത് എടുത്ത് വെച്ചു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരു 4 മണിയാകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. 4 മണി 3:50 കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏകദേശം 1.5-2 മണിക്കൂറോളം യാത്രയുണ്ട്. പോകുന്ന വഴിക്ക് ഇങ്ങനെ കാണുന്ന കാഴ്ചകളും വീഡിയോസും ഒക്കെ എടുത്ത് പതിയെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്കിളാണ് ഡ്രൈവ് ചെയ്യുന്നത്. അങ്കിളിൻ്റെ മോനും ഉണ്ട്. പിന്നെ ആൻറ്റിയും എന്നെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഇവിടുത്തെ വഴി ഭയങ്കര ഇഷ്ടമാണ്. തെലങ്കാനയിലെ റോഡ് ഭയങ്കര ഇഷ്ടമാണ്. നല്ല സ്മൂത്ത് ട്രാവലായിരിക്കും. പിന്നെ അങ്ങനെ ഒരു ടോൾ ഗേറ്റൊക്കെ കഴിഞ്ഞ് പിന്നെ പതിയെ ഏകദേശം ഒരു 5:45 ആകുമ്പോഴേക്കും തന്നെ നമ്മൾ ഹൈദരാബാദ് സിറ്റിയിലേക്ക് എത്തി. റെയിൽവേ സ്റ്റേഷൻ എടുത്ത് സികന്ദ്രാബാദിൽ നിന്നാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ സികന്ദ്രാബാദ് സിറ്റിയിലെത്തി. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ രാവിലെ ആകുമ്പോഴേക്കും നല്ല തിരക്കാണ്. സോ അവിടെ നിന്ന് ഇങ്ങനെ പതിയെ പോയിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 1.5 മാസമായി തോന്നി ഞാൻ ആൻറ്റിയുടെ വീട്ടിൽ നിൽക്കുന്നു. ജനുവരി 28-ന് ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നതാണ്. അങ്ങനെ 29-ന് തെലങ്കാന സികന്ദ്രാബാദ് എത്തി. അവിടെ നിന്ന് ഇവർക്ക് കർണാടക പോകേണ്ടതുകൊണ്ട് എന്നെയും കൂട്ടിയിട്ടാണ് പോയിരുന്നത്. സോ അവിടെ നിന്ന് തന്നെ നേരെ പിക്ക് ചെയ്ത് പിന്നെ ഞാനും കർണാടകയിൽ പോയി. അവരുടെ മണിപ്പാലിലേക്കാണ് നമ്മൾ പോയത്. കാരണം അങ്കിളിൻ്റെ ചേട്ടൻ്റെ മകളുടെ വീട് അവിടെയാണ്. അവർ താമസിക്കുന്നത് അവിടെയാണ് സെറ്റിൽഡായിട്ട്. സോ നമ്മൾ അവിടെയാണ് സ്റ്റേ ചെയ്യുന്നതൊക്കെ. ഒരാഴ്ച നമ്മൾ ഏകദേശം അവിടെ നിന്നു. കർണാടകയ്ക്ക് പോകാൻ തന്നെ കാരണം അവിടെ ഒരു മാരേജ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു അങ്കിളുടെ ഫ്രണ്ടിൻ്റെ. അങ്ങനെ നമ്മൾ മാരേജൊക്കെ അറ്റൻഡ് ചെയ്തു. ഏകദേശം ഒരാഴ്ച അവിടെ നിന്നു. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. നല്ല തിരക്കായിരുന്നു. രാത്രി തന്നെ വന്നെല്ലാം കിടക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ പ്ലാറ്റ്ഫോം ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം പതിയെ പ്ലാറ്റ്ഫോമിലേക്ക് പോയി. പ്ലാറ്റ്ഫോം 1-ലാണ് എനിക്ക് ട്രാവൽ ചെയ്യാനുള്ള. ആ സമയത്ത് തന്നെ സെയിം ടൈമിലൊരു വന്ദേ ഭാരത് എക്സ്പ്രസ് അവിടെ ഉണ്ടായിരുന്നു. അത് തിരുപ്പതിക്ക് മുകളിലാണ്. അതിന് ശേഷമാണ് തെലങ്കാന എക്സ്പ്രസ് വരുന്നത്. അങ്ങനെ പിന്നെ കുറേ നേരം വന്ദേ ഭാരത് പോകുന്നതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ അങ്ങനെ നിന്നു. നല്ല തിരക്കായിരുന്നു. ഞാൻ പോകുന്നിപ്പം ഡൽഹിക്കാണെങ്കിൽ അവിടുന്ന് തന്നെ തെലങ്കാനയിൽ തന്നെ ഡൽഹിയിലേക്ക് ഫുള്ളാണ് തോന്നുന്നു ആൾക്കാർ. അത്രയും ആൾക്കാരുണ്ടായിരുന്നു പ്ലാറ്റ്ഫോമിൽ. മൊത്തം നോർത്ത് ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. കൂടുതലും ഡൽഹിക്ക് തന്നെയാണ് തോന്നുന്നു. നോർമലി തെലങ്കാന എക്സ്പ്രസ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 6:25-നാണ്. 6:20 ആകുമ്പോഴേക്കും എത്തേണ്ടതാണ്. കുറച്ച് ലേറ്റ് ആയി. ഒരു 6:35 ആകുമ്പോഴേക്കും അങ്ങനെ ട്രെയിനെത്തി. അങ്ങനെ ഞാൻ കയറി ഇരുന്ന് ആൻറ്റിക്കും അങ്കിളിനും ബൈയൊക്കെ പറഞ്ഞ്, അപ്പു ഉണ്ടായിരുന്നു, അപ്പൂനും ബൈയൊക്കെ പറഞ്ഞ് പിന്നെ അവിടുന്ന് ഞാൻ പോന്നു. എല്ലാ തവണയും അവിടുന്ന് തിരിച്ച് വരുമ്പോൾ ഒരു സങ്കടമാണ്. പതിയെ കണ്ണീരൊക്കെ വരും. പക്ഷെ എന്നാലും എന്താ പറയുക, ഒരു സ്ഥലത്ത് എനിക്ക് കൂടുതലും നിൽക്കാൻ അത്ര താല്പര്യമില്ല. ഇപ്പോൾ ദുബായിൽ നിന്ന് വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു 4 വർഷത്തിന് ശേഷമാണ് ഞാനിപ്പം ആൻറ്റിയുടെയൊക്കെ അടുത്തേക്ക് പോകുന്നത്. 4 വർഷത്തിന് ശേഷമാണ് ഞാൻ കാണുന്നത്. ഞാൻ കേരളത്തിലേക്ക് വരുമ്പം അവരുണ്ടാവത്തില്ല, അവർ വരുന്ന സമയത്ത് ഞാനും ഉണ്ടാവത്തില്ല. അങ്ങനെയായിരുന്നു സാധാരണ. ഇപ്പം അങ്ങനെ 4 വർഷത്തിന് ശേഷം അവരെ കണ്ടു, സന്തോഷമായി, തിരിച്ച് പോന്നു. കാരണം ഞാൻ ഒരു സ്ഥലത്ത് അധികം നിൽക്കാറില്ല, അതെനിക്കിഷ്ടമില്ല. തെലങ്കാന എക്സ്പ്രസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹൈദരാബാദ് ഡെക്കാനിൽ നിന്നാണ്. ഞാൻ സെക്കൻഡ് സ്റ്റോപ്പ് സികന്ദ്രാബാദ് ജംഗ്ഷനിൽ നിന്നാണ് ഞാൻ കയറിയത്. അപ്പോൾ അതിന് ശേഷമുള്ള സ്റ്റോപ്പാണ് ചർലപ്പള്ളി എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ സികന്ദ്രാബാദിന് ശേഷം ചർലപ്പള്ളിയാണ് മെയിൻ സ്റ്റേഷൻ ആവുന്നത് തെലങ്കാനയിൽ നിന്ന് പറയുന്നുണ്ട്. ആൻറ്റിയൊക്കെ അങ്ങനെ പറഞ്ഞു തന്നിരുന്നു. എനിക്കതിനെപ്പറ്റി വലിയ ഡീറ്റെയിൽസ് അറിയില്ല. ചർലപ്പള്ളിയാണ് ഇനിയിപ്പം മെയിൻ സ്റ്റേഷൻ ആക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ബാംഗ്ലൂർ ഞാൻ ഒരുപാട് നിന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഹൈദരാബാദ് ഇതുപോലെ ആൻറ്റിയുടെ ഒക്കെ കൂട്ടത്തിൽ വരുമ്പം അവിടുത്തെ ഒരു കൾച്ചറും എനിക്കറിയാം. പിന്നെ കൊച്ചിയിൽ ഞാൻ ജോബ് ചെയ്യുന്ന സമയത്ത് നിന്നിട്ടുണ്ട്. അപ്പോൾ പഠിച്ചിറങ്ങി ആദ്യം ഞാൻ ജോബ് ചെയ്യണത് കൊച്ചിയിലാണ്. അപ്പം അതിന് ശേഷം എനിക്കിപ്പം ദുബായിൽ നിന്ന് വന്നതിന് ശേഷം നാട്ടിൽ കുറച്ച് ദിവസം നിന്നു, വീട്ടിൽ കുറച്ച് ദിവസം നിന്നു. അങ്ങനെ പുതിയൊരു ലൊക്കേഷൻ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ പുതിയൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഡൽഹിക്ക് പോരുന്നത്. ഡൽഹിയിലേക്ക് വരുമ്പോൾ ഇവിടെ നിന്നിട്ട് എന്തെങ്കിലും വർക്കായിട്ട് നോക്കാം, അല്ലെങ്കിൽ ട്രേഡിങ് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ പുതിയൊരു സ്ഥലങ്ങൾ, പുതിയ കുറേ കാഴ്ചകൾ കാണാം, പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. മണാലി പോകണം, ആഗ്ര കാണണം, താജ്മഹൽ കാണണം, അങ്ങനെ കുറേ പ്ലാൻസ് എനിക്കും ഉണ്ട്. ഓരോ സ്ഥലങ്ങളും പതിയെ കണ്ടു തീർക്കണമായിരിക്കും. ട്രെയിൻ യാത്ര പിന്നെ എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. ട്രാവൽ ചെയ്യാൻ തുടങ്ങിയ കാലം തൊട്ട് ട്രെയിനിൽ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതും സ്ലീപ്പർ കോച്ചിൽ. AC കോച്ചിനോട് വലിയ താല്പര്യമില്ല, അടഞ്ഞു മൂടി ഇരിക്കാനായിട്ട്.
സ്ലീപ്പർ കോച്ചിൽ ലോവർ ബർത്തിൽ ട്രാവൽ ചെയ്യാനാണ് എനിക്കിഷ്ടം. ഈ തെലങ്കാന എക്സ്പ്രസ്സിലെ യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ട്രെയിൻ ഒട്ടും ബോറടിപ്പിച്ചിരുന്നില്ല. കാരണം നല്ല ഫാസ്റ്റായിട്ട് 128 132 വരെ ഞാൻ സ്പീഡ് നോക്കി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്പീഡോമീറ്ററിൽ കെട്ടി ചെക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ 132 വരെ പോകുന്ന കണ്ടു. മീൻസ് കിലോമീറ്റർ പെർ അവറിൽ സ്പീഡ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് 132 വരെ എത്തി. പിന്നെ 127 മിനിമം സ്പീഡ് എന്നുള്ള രീതിയിലായിരുന്നു ട്രാവൽ ജേർണി മൊത്തം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഒട്ടും തന്നെ എന്താ മീൻസ് നമുക്ക് ലാഗ് അടിക്കണമായിട്ട് ഫീൽ ചെയ്തോ ബോറടിക്കോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് ട്രെയിനിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓരോ സ്ഥലങ്ങളിലെ മീൻസ് കാഴ്ചകൾ കാണാനും. നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഗ്രാമങ്ങളിൽ നോക്കുമ്പോൾ കൂടുതലും കൃഷിയിടങ്ങൾ കാണാമല്ലോ. കുറേ പാടങ്ങളും നെൽപ്പാടങ്ങളും അതുപോലെ ഗോതമ്പ് പാടങ്ങളും ഒക്കെ കാണാൻ പറ്റുമല്ലോ. എനിക്ക് അതൊക്കെ കാണാൻ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. തെലങ്കാന സ്റ്റേറ്റിൽ പിന്നെ റണ്ണിങ് വാട്ടർ ആയിട്ട് അല്ലെങ്കിൽ റിവേഴ്സ് ആയിട്ടുള്ളത് കുറവാണ്. ഇപ്പം ഇത് നോക്കുമ്പോൾ കായലാണോ അതോ കുളമാണോ എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ കയറിയ ബോഗിയിൽ നിറച്ച് തെലങ്കാനയിൽ നിന്നുള്ള ആൾക്കാർ തന്നെയായിരുന്നു. ഇവർ മൊത്തത്തിൽ എനിക്ക് തോന്നുന്നൊരു ഗ്രൂപ്പായിട്ട് എല്ലാവരും കൂടി ഡൽഹിക്ക് കണ്ട് പോകാനുള്ള. ഞാൻ ഇടയ്ക്ക് സംസാരിക്കുകയൊക്കെ ചെയ്തു. എനിക്ക് ഇവരെ തെലുഗു എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാവത്തുള്ളൂ. എല്ലാം പറഞ്ഞാലൊന്നും എനിക്ക് മനസ്സിലാവത്തില്ല. തിരിച്ച് റിപ്ലൈ ചെയ്യാൻ എനിക്കറിയത്തില്ല. അപ്പം ഇവർ ചിലത് ചോദിക്കുന്നതിനൊക്കെ എനിക്ക് മറുപടി പറയാൻ അറിയാം. പിന്നെ എൻ്റെ അടുത്തിരുന്ന് ഇവരുടെ ഗ്രൂപ്പിൽ തന്നെ കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി സീറ്റിംഗ് ഇരിക്കും. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നൊരു ചേട്ടനുണ്ട്. ഭയങ്കര സംസാരം, ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇടയ്ക്ക് എന്തൊക്കെയോ അവർ ചോദിക്കുന്നോ പറയുന്നതൊക്കെ മനസ്സിലാവും. പിന്നെ ഞാനിങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു. വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. നേച്ചർ ഭംഗി ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൂപ്പനാണ് ഈ സംസാരം മൊത്തം സംസാരിച്ചുകൊണ്ടിരുന്നത് പറഞ്ഞത്. എൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുന്ന ഇയാളാണ്. അപ്പോൾ അവരുടെ ഒരു ടീം ആയിട്ടാണ് യാത്ര ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഒരുപാട് പേരുണ്ട്. എല്ലാവരും ഇടയ്ക്ക് എന്തൊക്കെയോ വന്ന് എന്നോട് ചോദിക്കും, എന്തൊക്കെയോ ഞാനും പറയും. പിന്നെ ഏകദേശം ഒരു 2 മണി ആവാനാകുമ്പോഴേക്കും വിശക്കാൻ തുടങ്ങി. ആൻറ്റി ചോറ് കെട്ടി തന്നിട്ടുണ്ടായിരുന്നു. ചോറും തക്കാളിയും മീനും കൂടി ഇട്ടൊരു കറിയും പിന്നെ അച്ചാറും തന്നിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് പതിയെ വീണ്ടും യാത്ര ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഉറങ്ങാനോ അല്ലെങ്കിൽ മര്യാദയ്ക്കൊന്നും ഇരിക്കാനോ ആ സീറ്റിൽ പറ്റില്ലായിരുന്നു. കാരണം ഇവർ 3 പേരും കണ്ട് എൻ്റെ സീറ്റിൽ ഇരിപ്പുണ്ട്. സോ എനിക്ക് എണീറ്റ് പോകാൻ പറയാനും തോന്നുന്നില്ല. എന്നാൽ എനിക്ക് ഒന്ന് ഉറങ്ങണം എന്നുണ്ട്. പക്ഷേ അത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ
പിന്നെ ഞാൻ ട്രാവൽ ചെയ്ത ദിവസം ഹോളി ആയിരുന്നത് കൊണ്ട് തന്നെ മിക്ക സ്റ്റേഷനുകളിലും